സ്ട്രീറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. കെ സി വേണുഗോപാലും വി ഡി സതീശനെ ഒരു ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിലൂടെയും കെ എസ് യുയിലൂടെയും ഒക്കെ വളർത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞതിൽ ഒരു പങ്ക് വഹിക്കാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ കഴിവുള്ളവരാണ്. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, ഒരു അപശബ്ദവുമില്ല, എല്ലാം സ്മൂത്ത്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി പോലൊരു പാർട്ടിയിൽ ഇത്രയൊക്കെ ഉണ്ടാകാമെങ്കിൽ കോൺഗ്രസിനകത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും, സ്വാഭാവികം. കുന്നത്ത് നാട്ടിൽ മാത്രമുള്ളൊരു പാർട്ടിക്ക് 22 സീറ്റ് കൊടുക്കുക എൻ ഡി എ. സ്ഥാനാർത്ഥി ആരാന്നറിയില്ല. ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നവർ. ഇതിപ്പോൾ യഥാർത്ഥ പിണറായി വിജയനെ അല്ല നമ്മൾ കാണുന്നത്. EMS മുതൽ അഴീക്കോടൻ രാഘവൻ, CH ഉൾപ്പെടെയുള്ള എത്രയോ പേര് പാർട്ടി സെക്രട്ടറിമാരെ അവരുടെ ആരുടെയും ഭാര്യമാർ മത്സരിച്ചില്ല. ശ്രീ രാജേഷ്, നമ്മൾ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ടല്ല. നമ്മളത് സന്യാസിമാരൊന്നുമല്ല. ഞങ്ങൾക്ക് 30 മിനിറ്റും മുഖ്യമന്ത്രിക്ക് 3 മണിക്കൂറും കൊടുത്ത് അദ്ദേഹം ആര് എഴുതിക്കൊണ്ട് വരുന്ന പ്രസംഗം മുഴുവൻ കേൾക്കേണ്ട ജോലി ഞങ്ങൾക്ക്, ദൗർഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. എൻ്റെ അമ്മ മരിച്ചെങ്കിൽ എനിക്കൊരമ്മയുണ്ട്, അതാണ് ഹരിപ്പാട്. കോൺഗ്രസിലെ നയതന്ത്രത്തിൻ്റെ മുഖവും തിരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി ചെയർമാനും UDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാക്കളിൽ ഏറ്റവും പ്രമുഖനുമായ ശ്രീ രമേശ് ചെന്നിത്തലയാണ് നമ്മുടെ അതിഥി. നമസ്കാരം ശ്രീ രമേശ് ജി. ഇത്തവണ പ്രചരണത്തിന് വളരെ കുറച്ച് ദിവസങ്ങളെ കിട്ടിയുള്ളൂ. അത് ഗുണമാണോ ദോഷമാണോ? വാസ്തവത്തിൽ നമ്മളെ ഒരു വീട്ടിലാക്കുകയാണ് ചെയ്തത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പം തന്നെ 2 ദിവസം ചെറിയ പെരുന്നാളായിരുന്നു. ഇപ്പം പെസഹ വ്യാഴാഴ്ച, ദുഃഖവെള്ളി, ഈസ്റ്റർ വീക്കാണ്. പ്രചരണത്തിന് ഒട്ടും സമയമില്ല. ഞങ്ങൾക്കൊക്കെ കുഴപ്പമില്ല, നമ്മളൊക്കെ സിറ്റിംഗ് MLA-മാരാണ് പരിചയം. പക്ഷേ പുതിയ സ്ഥാനാർത്ഥികൾക്ക് ഇതുകൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാകുമ്പോൾ ജനങ്ങൾ ആ പോരാട്ടത്തിൽ UDFനോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുൻപ് കണ്ടതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വളരെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകും. CPMന് പിന്നീട് അവർ 3-4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിൽ അതിലൊരു വലിയ പൊട്ടിത്തെറി ആദ്യം ഉണ്ടായതിനെ പോലെ ആ സമയത്തുണ്ടായില്ല, പക്ഷേ കോൺഗ്രസ്സിലുണ്ടായി. രാജേഷ്, അങ്ങനെയല്ല. CPMന് ഒരു കാലത്തും ഉണ്ടാകാത്ത പൊട്ടിത്തെറിയാണ് ഇത്തവണ ഉണ്ടായത്. നിങ്ങൾ വസ്തുതകൾ G. സുധാകരനെ പോലെ നേതാവ് പൊട്ടിത്തെറിച്ച് ഇപ്പം ഞങ്ങളുടെ പിന്തുണയോടെ മത്സരിക്കുന്നു. കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷി ഫണ്ട് മുക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ച് സ്ഥാനാർത്ഥിയാകുന്നു. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ PK ശ്യാമളയെ നിർത്തിയെന്ന് പറഞ്ഞ് അവിടുത്തെ നേതാവ് ഗോവിന്ദൻ സ്ഥാനാർത്ഥിയാകുന്നു. VS അച്യുതാനന്ദൻ്റെ എല്ലാം നടന്ന സുരേഷ് സ്ഥാനാർത്ഥിയാകുന്നു. മാത്രമല്ല CPMൻ്റെ മുൻ MLA ഇപ്പം KTDC ചെയർമാനായിട്ട് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു PK ശശി. ഇതൊക്കെ ഒരു മികവും കാണിച്ചില്ല. നിലനിൽക്കുന്ന MLA-മാരെല്ലാം തുടരാൻ പറഞ്ഞു. അല്ല, എന്ത് ചെയ്തവർ? അവർക്ക് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ പോലും കഴിഞ്ഞില്ല. 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷനിലാണ്. പക്ഷേ അവസാന നിമിഷം ഈ ഒരു ഡൽഹി ചർച്ചയുമായി ബന്ധപ്പെട്ട് 2-3 ദിവസം വലിയ രീതിയിൽ വാർത്തകളൊക്കെ വന്നാൽ അത് ഇവർ അധികാരത്തിൽ വന്നാൽ ഒരു തമ്മിലടി ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം ജനങ്ങളിൽ ഉണ്ടാക്കുന്നു. ഒരു സംശയം ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, ഒരു അപശബ്ദവുമില്ല, എല്ലാം സ്മൂത്ത്. പിന്നെ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടി പോലൊരു പാർട്ടിയിൽ ഇത്രയൊക്കെ ഉണ്ടാകാമെങ്കിൽ കോൺഗ്രസിനകത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ G. സുധാകരൻ UDF പിന്തുണയോടുകൂടി സ്വതന്ത്രനായി മത്സരിക്കുന്നു. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മത്സരിക്കുന്നു. PK ശശി ഒറ്റപ്പാലത്ത്. അന്നേരം ഈ CPMൽ നിന്ന് വന്നവർക്ക് ഇങ്ങനെ പാർട്ടി സ്ഥാനാർത്ഥിത്വം പിന്തുണ കൊടുക്കുമ്പോൾ ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി വിറക് വെട്ടിയവരും വെള്ളം കോരിയവരും അവഗണിക്കപ്പെടില്ല. ഞങ്ങൾ 92 സീറ്റ് മത്സരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ആകെ 3 സീറ്റാണുള്ളത്. ആ 3 സീറ്റുകളൊക്കെ CPMന് പ്രാധാന്യമുള്ള സീറ്റുകളാണ്. അതുകൊണ്ട് പാർട്ടിക്കകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. CPMൻ്റെ അപജയം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അത് സഹായിക്കും. ഇപ്പോൾ സീറ്റ് നിർണ്ണയം വരുമ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. എങ്കിലും ജോസഫ് വാഴക്കൻ അങ്ങനെയുള്ള, അതുപോലെ ബാബു പ്രസാദ് തുടങ്ങിയ ഒരുപാട് പേർക്ക് സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതേക്കുറിച്ച് എന്ത് പറയും? ആ 2 പേരുടെ കാര്യത്തിൽ എനിക്ക് വേദനയുണ്ട്. കാരണം അവരൊക്കെ 2 പേരും പാർട്ടിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ജോസഫ് വാഴക്കൻ KSU പ്രസിഡൻ്റ് ആയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സീറ്റിനെ സംബന്ധിച്ച് അവസാനം വരെ തീർപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് അടിക്കുകയും ബാനർ വെട്ടുകയും ചെയ്തത്. പക്ഷേ അത് സംഭവിച്ചില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക്, എൻ്റെ ഏറ്റവും അടുത്ത സഹചാരി കൂടിയാണ്, വിഷമമുണ്ട്. ബാബു പ്രസാദ് ആണെങ്കിൽ ഹരിപ്പാടിൻ
ഞാൻ പണ്ട് മത്സരിച്ച് പാർലമെൻറ്റിൽ പോയപ്പോൾ എൻ്റെ പിൻഗാമിയായി വന്നയാളാണ്. പിന്നെ ഞാൻ തിരിച്ചു അസംബ്ലിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ആ സീറ്റ് മാറി തരേണ്ടി വന്നു. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിന് പിന്നെ മത്സരിക്കാൻ അവസരം പാർട്ടി കൊടുത്തില്ല. ആ ഒരു വിഷമം എനിക്കുണ്ട്. അത് ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സാധാരണ പ്രവർത്തകർക്കും ആ സ്നേഹമാണ്. പിന്നെ തിരഞ്ഞെടുപ്പാകുമ്പം എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷേ ഗവൺമെൻറ്റൊക്കെ വരട്ടെ, അവരെ ഞങ്ങൾ പരിഗണിക്കും എന്നാണ് എനിക്ക് പറയുന്നത്. ഗവൺമെൻറ് വരുമെന്നുള്ള ഉറപ്പാണ്. തീർച്ചയായും. ഇപ്പോൾ ഭരണ തുടർച്ചയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് 100 സീറ്റിൽ കൂടുതൽ UDF വിജയം നേടും. അങ്ങനെ 100 സീറ്റിൽ കൂടുതൽ വിജയം ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും പറയും. ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നതാണ് പറഞ്ഞത്. അല്ലല്ല, 100 സീറ്റിൽ കൂടുതൽ അങ്ങനെ പറഞ്ഞില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ അതിപ്പോൾ ആൾക്കാർ തമാശയായിട്ട് പറയുന്നുണ്ട്. അതിന് ഇനിയിപ്പോൾ UDFന് 90 സീറ്റാണ് കിട്ടുന്നതെങ്കിൽ ഒരാൾ മാറി നിൽക്കുമല്ലോ. ഇല്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ 100 സീറ്റ് കിട്ടാൻ നമ്മൾ ശ്രമിക്കും എന്നാണ്. അത് ഞങ്ങളെല്ലാവരും പറയുന്ന കാര്യമാണ്. 100 സീറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഹൈക്കമാൻഡാണ് ഭൂരിപക്ഷ MLA-മാരുടെ അഭിപ്രായം തേടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. പക്ഷേ എപ്പോഴും ചർച്ച സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആരെന്നറിയാൻ എല്ലാ ജനങ്ങൾക്കും താല്പര്യം ഉണ്ടാകും. അന്നേരം തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ നിന്നുള്ള ഭൂരിപക്ഷ അഭിപ്രായമായിരിക്കുമോ മാനദണ്ഡം, അതോ തിരഞ്ഞെടുക്കപ്പെടാത്തവരും പരിഗണിക്കപ്പെടുമോ? അങ്ങനെയുണ്ടോ? അതൊക്കെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. എന്താണെന്നുള്ളത് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം എടുക്കും. ഇപ്പം തന്നെ താങ്കൾ ഇപ്പം മുഖ്യമന്ത്രിയാവണമെന്ന് പരസ്യമായിട്ട് മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു, PJ കുര്യൻ പറഞ്ഞു. കേരളത്തിൽ അങ്ങേ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ താങ്കൾ ഈ സ്ഥാനത്തേക്ക് വരണമെന്ന് താങ്കളുടെ ദീർഘകാല പ്രവർത്തന പരിചയ സമ്പത്ത് വെച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് താങ്കൾക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? അങ്ങനെ ആഗ്രഹിക്കുന്നവരോട്? ഇല്ല, അത് സ്വാഭാവികമായിട്ടും പലരും ആഗ്രഹിക്കുമല്ലോ. ഞാൻ അവരോടൊരു മറുപടിയും പറയാനില്ല. പാർട്ടിയാണ് ഇത് തീരുമാനിക്കേണ്ടത്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഒരു ചർച്ച ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ഇപ്പം ആവശ്യമില്ല. അത് പക്ഷേ പലയിടത്തും ആ ചർച്ച ഞങ്ങൾ തന്നെ ആ ചർച്ച വേണ്ടെന്ന് എല്ലാവരും പറഞ്ഞല്ലോ. അതോടുകൂടി അത് അവസാനം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ താങ്കൾ തന്നെ കൊണ്ടുവന്ന, അല്ലെങ്കിൽ താങ്കൾ വളരെയധികം പ്രോത്സാഹിപ്പിച്ച് മുന്നിലേക്ക് പാർട്ടി കൊണ്ടുവന്ന 2 പേരാണ്. ഒന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും. അന്നേരം അവരുമെല്ലാം ഇപ്പം താങ്കളും അടക്കം 3 പേരുടെ പേര്, മറ്റു പേരുകളും ഉണ്ടാവും. അവരൊരു ടേം പോലെ ഇത് മുഖ്യമന്ത്രി സ്ഥാനം പിൽക്കാലത്ത് ഭൂരിപക്ഷം കിട്ടിയാൽ പരിഗണിക്കൂ? അല്ല, അതെല്ലാം ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. KC വേണുഗോപാലിനും VD സതീശനെയും ഒരു ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിലൂടെയും KSUലൂടെയും ഒക്കെ വളർത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞതിൽ ഒരു പങ്ക് വഹിക്കാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ കഴിവുള്ളവരാണ്, അതുകൊണ്ടാണല്ലോ അവർ വളർന്നു വന്നത്. നമ്മളിപ്പോൾ എത്ര പ്രോത്സാഹിപ്പിച്ചാലും കഴിവില്ലെങ്കിൽ മുന്നോട്ട് വരില്ല. ഇന്ത്യയിൽ ഒട്ടാകെ ധാരാളം നേതാക്കന്മാർ അതുപോലെയുണ്ട്. അപ്പം ഞാൻ മാറി നിന്ന് നോക്കുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പാർട്ടിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ കഴിവുള്ള ആളുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണ്. മുഖ്യമന്ത്രി സ്ഥാനം ഒരു ചർച്ചയല്ലെങ്കിൽ ഇപ്പോൾ താങ്കൾ 26ാമത്തെ വയസ്സിൽ MLA ആയി, 28ാമത്തെ വയസ്സിൽ സംസ്ഥാന മന്ത്രിസഭയിലെ അംഗമായി, ഇപ്പോൾ 60കളിലാണ്. അന്നേരം ഇനിയും താങ്കൾക്ക് കിട്ടേണ്ട ന്യായമായ ഒരു അവസരം തന്നെ അല്ലേ മുഖ്യമന്ത്രി പദം? ശ്രീ രാജേഷ്, നമ്മൾ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ടല്ല. ഇപ്പോൾ എനിക്ക് ധാരാളം സ്ഥാനങ്ങൾ പാർട്ടി കിട്ടിയിട്ടുണ്ട്, കിട്ടാതിരുന്നിട്ടുമുണ്ട്. അതൊക്കെ ഇതിനകത്ത് സ്വാഭാവികമാണ്. പിന്നെ നമ്മളത് സന്യാസിമാരൊന്നുമല്ല. രാഷ്ട്രീയ അധികാരം വേണ്ടി വരും പലപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ജനാധിപത്യ സംവിധാനത്തിൽ. അപ്പോൾ അത് പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ ഒരിക്കലും നടത്താറില്ല. പാർട്ടി എന്ത് പറയുന്നു അതനുസരിച്ച് പ്രവർത്തിക്കും. രാഷ്ട്രീയത്തിൽ സമയവും കാലവും ഒക്കെ വളരെ പ്രസക്തമാണ്. ഇതിപ്പം അങ്ങേക്ക് ഇനിയും ദീർഘകാല കാലയളവ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഉണ്ടെങ്കിലും ഇതൊരു ഈ ഒരു തെരഞ്ഞെടുപ്പ് വ്യക്തി എന്നുള്ള നിലയിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ഇതിനെ കാണുന്നില്ല. ഇതാരും വ്യക്തികൾ ചേരുന്നതാണല്ലോ പാർട്ടി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ദൗത്യമാണ് പ്രധാനം. 10 വർഷം കേരള ജനതയ്ക്ക് ഒന്നും ചെയ്യാത്തൊരു ഗവൺമെൻറ്റാണ്. വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ്. PR ഏജൻസികൾ പറയുന്നത് പോലെ പബ്ലിസിറ്റി നടത്തിയ ആളുകളുടെ കണ്ണഞ്ചിപ്പിക്കാനുള്ള ശ്രമമാണ്. അല്ലാണ്ട് എന്ത് കോൺക്രീറ്റായിട്ട് എന്ത് ചെയ്തു, എന്താണ് വികസനത്തെ മുൻനിർത്തി എന്ത് കേരളത്തിന് വേണ്ടി ചെയ്തു എന്ന് പറയാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റാണ്. തന്നെയുമല്ല, ഇതുപോലെ ധാരാളിത്തവും ധൂർത്തും അഴിമതിയും കാട്ടിയ മറ്റൊരു ഗവൺമെൻറ്റില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് മാറണം, ഒരു പുതിയ കേരളം സൃഷ്ടിക്കണം. അതിനുവേണ്ടി നമ്മളൊക്കെ പ്രവർത്തന രംഗത്തുള്ള കാലഘട്ടത്തിൽ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നിറവേറ്റുന്നു. ഇപ്പോൾ കേരളത്തിൽ അവർ LDF മുന്നോട്ട് വയ്ക്കുന്നത് അവർ കഴിഞ്ഞ 10 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ്. പ്രത്യേകിച്ച് കിഫ്ബി ഉൾപ്പെടെ. UDFന് അധികാരത്തിൽ വരികയാണെങ്കിൽ കിഫ്ബിയുടെ പ്രവർത്തനം ഏത് രീതിയിലായിരിക്കും?
അല്ല, കിഫ്ബി ഇത് ആരംഭിച്ചത് എ.കെ. ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ശങ്കരനാരായണനാണ്. നമ്മൾ കിഫ്ബിയല്ല എതിർത്തത്, കിഫ്ബിയുടെ ചില നടപടികളെയാണ് എതിർത്തത്. ഉദാഹരണം മസാല ബോണ്ട്. ഇവിടെ 6%-നും 7%-നും ലോൺ കിട്ടുന്ന കേരളത്തിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ കിട്ടുന്ന സാഹചര്യത്തിൽ 9.75% പലിശയ്ക്ക് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അതൊക്കെ വലിയ നഷ്ടത്തിലാണ് സംഭവിച്ചത്. അതുപോലെ തന്നെ അനാവശ്യമായ 150 കോടി രൂപയുടെ പരസ്യം കൊടുക്കുക കിഫ്ബി. വ്യക്തികൾക്ക് കൊടുക്കുക, പത്രങ്ങൾക്ക് കൊടുത്താൽ മനസ്സിലാവും. വ്യക്തികൾക്ക് തുടങ്ങിയിട്ടുള്ള നടപടികളെയാണ് നമ്മൾ എതിർത്തിട്ടുള്ളത്. ധാരാളം ആളുകൾക്ക് റോജി ജോൺ MLA കൊടുത്ത നിയമസഭാ ചോദ്യത്തിന് മറുപടിയിൽ അതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ കിഫ്ബി വലിയ രീതിയിലൊരു വികസനത്തിന് വഴിതെളിച്ചു എന്നുള്ള അഭിപ്രായമുണ്ടോ? അല്ല, അത് ഞാനൊരു കാര്യം പറയാം. വികസനം എന്ന് പറയുന്ന എൻ്റെ അതിനെ സംബന്ധിച്ച് എനിക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടാണ്. ഇവർ ചില കെട്ടിടങ്ങൾ ഉണ്ടാക്കിയെന്നവർ, ഞാൻ വികസനത്തെ കാണുന്നത് പ്രത്യുൽപാദനപരമായിട്ടാണ്. നമ്മുടെ റിസോഴ്സസ് ഇപ്പം കേരളത്തിലെ FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 300 കോടി മാത്രമാണ്. എനിക്ക് ചാർജുള്ള മഹാരാഷ്ട്രയിൽ അത് ബില്യൺസാണ്, ബില്യൺസ്, ട്രില്യൺസിലേക്ക് കുതിക്കാൻ കാത്തിരിക്കുകയാണ്. കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ആന്ധ്ര. നമുക്ക് പ്രത്യുൽപാദനപരമായിട്ട് എന്ത് ചെയ്യാൻ ഇതുകൊണ്ട് കഴിഞ്ഞു? അതാണ് ഞങ്ങൾക്ക് ഇവരോടുള്ള അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസം. കിഫ്ബി എന്ന് പറയുന്ന ആരുടെ പണമാണ്? നമ്മളടിക്കുന്ന, ഞാനും രാജേഷും അടിക്കുന്ന 1 ലിറ്റർ പെട്രോളിൻ്റെ 2 രൂപ അതിന് പോകും. അപ്പം അത് ഫലപ്രദമായി വിനിയോഗിക്കണം. അത് വിനിയോഗിക്കുന്നില്ല. ദൂർത്തും ഞാൻ 150 കോടി രൂപയുടെ പരസ്യം കൊടുക്കുന്നത് എന്ത് കാര്യം? എനിക്കറിയാൻ വയ്യ. അതിനെയാണ് എതിർക്കുന്നത്. അത്തരം നടപടികളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ പ്ലാറ്റ്ഫോമിൽ CM എനിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു, പ്രതിപക്ഷം അമ്പേ പരാജയമായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, അവസാന നിയമസഭാ സമ്മേളനം നടക്കുമ്പം ഇപ്പോൾ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയെങ്കിലും മന്ത്രിമാർക്കെതിരെ ആരോപണം എഴുതി കൊടുത്ത് ഉന്നയിക്കും, വേണ്ടി വന്നാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം. ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും പ്രതിപക്ഷം ഉപയോഗിച്ചില്ല. കാരണം അങ്ങനെ ഉന്നയിക്കുമ്പോൾ ഭരണപക്ഷത്തിന് അവരുടെ മറുപടി പറയാൻ അവസരം കിട്ടുമെന്നുള്ളത് കണ്ടിട്ടാണെന്നൊരു ആരോപണം ഉന്നയിച്ചു. അല്ല, ഞങ്ങൾ ആരോപണം ഉന്നയിക്കാതിട്ടൊന്നുമില്ല. ഈ സർക്കാരിനെതിരെ നിരവധി അഴിമതി ആരോപണം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കഴിഞ്ഞ 5 വർഷവും ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന കഴിഞ്ഞ തവണത്തെ ഞങ്ങളുടെ അനുഭവം കൊണ്ടാണ്. ഞങ്ങൾക്ക് 30 മിനിറ്റും മുഖ്യമന്ത്രിക്ക് 3 മണിക്കൂറും കൊടുത്ത് അദ്ദേഹം എഴുതിക്കൊണ്ട് വരുന്ന പ്രസംഗം മുഴുവൻ കേൾക്കേണ്ട ജോലി ഞങ്ങൾക്ക്, ദൗർഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് ഇത്തവണ അത് വേണ്ട. ഭരണപക്ഷത്തിന് അഭിപ്രായം പറയാനൊരു അവസരം കൊടുക്കണ്ടെന്ന് കരുതിയാണ്. അത് 3 മണിക്കൂർ അദ്ദേഹം പ്രസംഗിക്കുക, ഞങ്ങൾക്ക് 30 മിനിറ്റും. അവർ പറയുന്നത് ആരോപണങ്ങളൊന്നും ഉന്നയിക്കാനില്ല. എല്ലാ ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഇതുപോലെ ആരോപണം കേട്ടൊരു മുഖ്യമന്ത്രി ആരാ? ഇപ്പോൾ താങ്കൾ പ്രതിപക്ഷ നേതാവായിരുന്ന 5 വർഷക്കാലം, ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു, വളരെ സ്പ്രിംഗ്ലർ അടക്കം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു. പക്ഷേ ആ രീതിയിലുള്ളൊരു കഴിഞ്ഞ 5 വർഷം നോക്കുമ്പോൾ ആ രീതിയിലുള്ളൊരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഓരോ പ്രതിപക്ഷ നേതാവിനും അവരുടേതായ ശൈലി ഉണ്ടാവും. ഞാനെടുത്ത ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അഴിമതിയും കൊള്ളയും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാനത് കൊണ്ടുവരികയാണ് ചെയ്തത്. വാസ്തവത്തിൽ എൻ്റെ ജോലിയല്ല, നിങ്ങളുടെയൊക്കെ ജോലിയായിരുന്നു. നിങ്ങളാരും ഇത് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തതാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ രാജേഷല്ല, മാധ്യമങ്ങളാണ്. കേരളത്തിൽ കേരളമതി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് വിവാദങ്ങളായിട്ടുള്ള ധാരാളം അഴിമതികൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ലാത്തതുകൊണ്ട് ഞാനത് ഏറ്റെടുത്തതാണ്. അതിൻ്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്? ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആ വസ്തുതകൾ, ഫാക്ട്സ് എങ്ങനെ ശേഖരിക്കും? വസ്തുതയില്ലാതെ, രേഖയില്ലാതെ ഒരു ആരോപണം ഞാൻ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ അത് കോടതിയിൽ വന്നപ്പോൾ അതേ രീതിയിൽ ആ എൻഡ് റിസൾട്ടിലേക്ക് എത്തിയതുമില്ല. തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പ്രിംഗ്ലറിൻ്റെ ഒക്കെ കേസ് കോടതി മുഴുവൻ പറഞ്ഞില്ലേ, എല്ലാം മായ്ക്കാൻ പറഞ്ഞില്ലേ? കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇവരുടെ വ്യക്തിഗത ഡേറ്റാസ് മുഴുവൻ മായ്ക്കാൻ പറഞ്ഞു, ശക്തമായ നടപടികൾ എടുക്കാൻ പറഞ്ഞു. കോടതി ശക്തമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഏറ്റവും അവസാനത്തെ ജഡ്ജ്മെൻറ്റിലും കോടതി ഗവൺമെൻറ്റിന് എതിരായ നിലപാടാണ് സ്വീകരിച്ചത്. പൊതുവെ ഇത്തരം താങ്കൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഈ 2ാം മന്ത്രിസഭയുടെ കാലത്തും താങ്കൾ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവായിട്ട് ഈ കാലയളവിൽ വർക്ക് ചെയ്ത താങ്കളാണെന്ന് പറഞ്ഞാൽ എന്ത് പറയും? അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ MLA കൂടിയാണല്ലോ, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിൽ ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായിട്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിരിക്കുന്നത് ഡീലാണ്. BJPയും CPMഉം തമ്മിലൊരു ധാരണയുണ്ടെന്ന് താങ്കൾ അങ്ങനെ കരുതുന്നുണ്ട്? 100%. അതിപ്പോൾ തുടങ്ങിയതല്ല, 2021 തുടങ്ങിയതാണ്. കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടായത് തന്നെ BJPയുടെ സഹായത്തോടെയാണ്. കാരണം കോൺഗ്രസ് മുക്ത ഭാരതമാണ് മോഡി ആഗ്രഹിക്കുന്നത്.
കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരുന്നതാണ് പിണറായി ആഗ്രഹിക്കുന്നത്. അത് രണ്ടുപേരും തമ്മിലുള്ള ഡീലാണിത്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ UDF 40% വോട്ട്. ഞാൻ രാജേഷിനോട് നേരത്തെ പറഞ്ഞത്. അതെ. LDF 44%. അതിൻ്റെ തൊട്ട് മുമ്പ് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 14% ഉണ്ടായിരുന്നു BJPക്ക്. ആ 4% അങ്ങോട്ടങ്ങ് പോയി. NDA ആണ് BDJS. ഇപ്പോൾ സ്ഥിതി എന്തറിയോ? 22 സീറ്റാണ് 2020 കൊടുത്തത്. കുന്നത്ത് നാട്ടിൽ മാത്രമുള്ളൊരു പാർട്ടിക്ക് 22 സീറ്റ് കൊടുക്കുക NDA. സ്ഥാനാർത്ഥി ആരാണെന്നറിയില്ല. 2 സ്ഥാനാർത്ഥികളുടെ വോട്ടർ പട്ടിക പേരില്ലായിരുന്നു. അവർ നിന്നില്ല. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ BDJS സ്ഥാനം ആരാണെന്ന് പോലും മനുഷ്യർ അറിയത്തില്ല. അതെല്ലാം ധാരണയുടെ അയ്യോ, വളരെ സംശയമുണ്ട്. ഈ വോട്ടെല്ലാം മറിക്കാൻ വേണ്ടിയുള്ള പരിപാടി. ഇപ്പോൾ മറ്റൊന്നെന്ന് പറയാൻ കേരളത്തിൽ BJP വിചാരിച്ചാൽ ഓരോ നിയമസഭാ മണ്ഡലത്തിലും കുറച്ച് വോട്ട് മറിക്കാൻ പറ്റും. അത് പക്ഷേ കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒന്നുമില്ല, ഇത്തവണ ഞങ്ങൾക്ക് ഭയമില്ല. കാരണം ഞങ്ങളിത് കണ്ടെത്തി നേരത്തെ, ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഈ ഡീൽ വിവാദം തന്നെ അത് ബോധ്യപ്പെടുത്തലിൻ്റെ ഭാഗമാണ്. അത് വളരെ വ്യക്തമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ലാവ്ലിൻ കേസ് 41 മാറ്റി വെച്ചു. 30 കിലോ സ്വർണം കടത്തിയതിൻ്റെ പേരിലാണ് സ്വർണം കള്ളക്കടത്ത് വിവാദം ഉണ്ടായത്. പക്ഷെ അതെല്ലാം അന്വേഷണ ഏജൻസികൾ വന്നിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, അന്വേഷണ ഏജൻസി വന്നു, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ജയിലിലാക്കി, മുഖ്യമന്ത്രിക്കെതിരെ ഒരു നോട്ടീസ് അയച്ചു. ആരെങ്കിലും അതെല്ലാം ധാരണയുടെ ഭാഗമാണ്. വളരെ സംശയമുണ്ടാകും. പക്ഷേ ഒന്നും ചെയ്യാത്ത കേജ്രിവാളിനെ ജയിലിൽ അടച്ചു. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും 5 ദിവസം മണിക്കൂറുകൾ ചോദ്യം ചെയ്തു. ചിദംബരത്തെ ജയിലിലടച്ചു. DK ശിവകുമാറിനെ ജയിലിലടച്ചു. ഹേമന്ത് സൊരൻ, ജാർഖണ്ഡ് മുഖ്യമന്ത്രി, ജയിലിലിട്ടു. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കാൻ തയ്യാറായോ? അതൊക്കെയാണ് നമ്മൾ കാണേണ്ട കാര്യം. പക്ഷേ മുൻകാലങ്ങളിലേക്ക് നോക്കുമ്പോൾ ലീഡർ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ KG മാരാറാണെങ്കിലും PP മുകുന്ദൻ ഇവരെയൊക്കെ ആയിട്ടും അന്ന് കോൺഗ്രസ്സിന് BJP ആയിട്ടൊരു ധാരണയുണ്ടായിരുന്നു എന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് BJP പ്രസക്തമല്ലാത്ത കാലത്താകാമത്, ഞാനത് വിശ്വസിക്കുന്നു. എനിക്കറിയില്ല. പക്ഷേ ഇപ്പം 2 കൂട്ടരുടെ ശത്രു കോൺഗ്രസ്സാണ്. കോൺഗ്രസ് മുക്ത ഭാരതിന് വേണ്ടിയാണ് രണ്ടുപേരും പ്രവർത്തിക്കുന്നത്. ഇപ്പം ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ G സുധാകരൻ സ്ഥാനാർത്ഥിയാവുന്നു, മുകുന്ദൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം BJPയിലേക്ക് പോകുന്നു. ഒരു ദിവസം ഇത്രയും കാലം ഒരു മുന്നണിയിൽ, അത് ഏത് മുന്നണിയാവട്ടെ, പ്രവർത്തിച്ചവർ ഒരു ദിവസം സീറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിച്ചില്ല എന്ന പേരിൽ ചേരിമാറുന്നു. അവർക്ക് ആ മുന്നണി, അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും NDA ആയാലും അവർ സീറ്റ് കൊടുത്ത് സ്വീകരിച്ചു കൊണ്ടുവരുന്നു. ഇതിലൊരു രാഷ്ട്രീയ അധാർമികതയില്ലേ? അതെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പം ഞങ്ങളേത് പോയവർക്കെല്ലാം ഉന്നത സ്ഥാനങ്ങൾ കൊടുത്തു CPM, അല്ലേ? ഉന്നത അത് നമ്മൾ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. UDFനെതിരെ CPM ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പൊതുവേ ഉള്ളൊരു വലിയ വിമർശനം മുസ്ലിം ലീഗുമായിട്ടുള്ള ഒരു ചങ്ങാത്തം. അത് നേരത്തെ തൊട്ടേ മുന്നണിയുടെ ഘടകകക്ഷിയാണ്. അതിനോടൊപ്പം ഇത്തവണ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുണ്ട്. UDFന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ലീഗിൻ്റെ സ്വാധീനം വളരെ വലുതായിരിക്കും എന്നൊരു ആക്ഷേപം ഉണ്ട്. അതൊരു പ്രചരണ തന്ത്രമായിട്ട് LDF ഉപയോഗിക്കുന്നു. LDF ഒരു പ്രചരണ തന്ത്രം മാത്രമല്ല, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർ സ്വീകരിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം മാത്രം പരിശോധിച്ചു, പൗരത്വ നിയമം മാത്രം പ്രസംഗിക്കുക. അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുക. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ലീഗുമായിട്ട് ബന്ധപ്പെടുന്ന ഇന്നലെയല്ലല്ലോ. CPM PDPയുടെ പിന്തുണ എന്തിനാ നേടി? SDP ആയിട്ട് ഏറ്റവും വലിയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പേവരാണ്. പരസ്യമായി SDP അവരെ സഹായിക്കുകയാണ്. എൻ്റെ മണ്ഡലത്തിൽ SDP സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തു. ഞങ്ങൾ തള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ചേർത്തത് CPMകാരാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം. ആ ഒരു പ്രചരണം വളരെ ശക്തമാണ്. ഒരു അണ്ടർ കറണ്ടായിട്ട് അന്തർധാര വളരെ ശക്തമാണ്, വളരെ ശക്തം. അത് ഒരു ഹൈന്ദവ വോട്ടുകളെ ധ്രുവീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അല്ല, അത് സത്യം ഞങ്ങൾ പറയുന്നതേ ഉള്ളൂ. സത്യം ഇതാണ്. ഇപ്പോൾ BJP പറയുന്നത് ഈ LDFും UDFും രണ്ടല്ല, ഒന്നാണെന്നാണ്. മാത്രമല്ല, ഹൈന്ദവ സമുദായത്തിൻ്റെ കാര്യത്തിൽ 2 മുന്നണികൾക്കും ഒരു താല്പര്യമില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നു. എന്ത് പറയുന്നു? കോൺഗ്രസ് എല്ലാ മതങ്ങളെയും മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന പാർട്ടിയാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടു പോകും. അത് ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ആരുമാകട്ടെ, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമേ കോൺഗ്രസ് എന്ന് സ്വീകരിക്കുകയുള്ളൂ. അല്ല, ഈ പറയുന്ന രീതിയിലുള്ള അല്ല, ഒരിക്കലുമില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ശബരിമലയ്ക്കെതിരായിട്ട്, ശബരിമല ഉണ്ടായ സംഭവങ്ങൾക്കെതിരായിട്ട് BJP ഒരു രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം ഒരു ചെറിയ സമരം പോലും നടത്തിയോ?
ഈ സ്വർണ്ണക്കൊള്ളയുണ്ടായിട്ട്. സ്വർണ്ണക്കൊള്ള വിവാദം വളരെ ശക്തമായി വന്നെങ്കിലും പിന്നീട് ഇത് രണ്ട് പക്ഷത്തും ഉള്ളവർക്ക് ഒരു റോളുണ്ടെന്നുള്ള ഒരു ആക്ഷേപം വന്നു. അല്ലെ ഞങ്ങളുടെ അവിടെ ഏത് റോളാണുള്ളത്? കൊടിമര നിർമ്മിച്ചതല്ലേ? അതിപ്പോൾ ഹൈക്കോടതി ഹൈക്കോടതി തള്ളിയില്ലേ? CPM വായ അടപ്പിച്ചില്ലേ? ഞങ്ങളും UDFകാരും ഇതിലുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ ഗവൺമെൻറ് വിജിലൻസ് അന്വേഷിച്ചു, എന്നിട്ട് എന്തുണ്ടായി? ഒന്നും കണ്ടെത്തിയില്ല. അപ്പം കള്ളപ്രചരണമാണ് CPM ഗോവിന്ദ മാസ്റ്റർ അടക്കമുള്ളവർ കള്ളപ്രചരണം നടത്തിയെന്ന് ഇപ്പം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നന്നായി ഈ സമയത്ത് ഇത് വന്നത്. ഈ ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നാണ് വളരെ ശക്തമായി തന്നെ പ്രതിഫലിക്കും. 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുക, സ്വർണം അടിച്ചു മാറ്റിയതിന്. അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയതിന് ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് എന്ത് ന്യായീകരണമാണുള്ളത്? അവർക്കെതിരെ അവരുടെ പാർട്ടി ഒരു നടപടി പോലും എടുത്തില്ല. ഈ 4 നേതാക്കളുമേ ഉള്ളോ അതോ മന്ത്രി പദവിയിൽ ഇരുന്നവരെയൊക്കെ? മന്ത്രിയുടെ അറിവില്ലാതെ വല്ലതും നടക്കും. അതുകൊണ്ട് ഞങ്ങൾ വാസവൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടെ മുൻ മന്ത്രിമാരിനകത്തുണ്ട്, അവരെല്ലാം ഉണ്ട് ഇതിനകത്ത്. മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അപ്പോൾ മറ്റൊന്ന്, നമ്മൾ നേരത്തെ രാഷ്ട്രീയത്തിലെ ധാർമ്മികതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ വ്യക്തി അധിക്ഷേപങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ വളരെ കൂടി വരികയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ്, അദ്ദേഹം SFIയിലൂടെ ഒക്കെ പ്രവർത്തിച്ച് വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തെ മരുമകനിസം എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നത് ശരിയായ ഒരു കാര്യമാണ്? അല്ല, ഞാൻ ഒരിക്കലും ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാത്ത ഒരാളാണ്. രാഷ്ട്രീയത്തിൽ ഇത്രയും കാലം ഉണ്ടായിട്ട് ഒരാളിനെ പോലും നമ്മൾ വ്യക്തികളുമായിട്ടല്ലോ ഇവിടെ പ്രശ്നം. ഇവിടെ നയങ്ങളാണ്, പാർട്ടിയുടെ നയങ്ങളും പാർട്ടിയുടെ പരിപാടികളും എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകണം. പക്ഷേ ചില കാര്യങ്ങൾ വ്യക്തികൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഭരണത്തിൽ ഇരുന്നു കൊണ്ട് സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഞാൻ ചോദിട്ടെ, EMS മുതൽ അഴീക്കോടൻ രാഘവൻ, CH ഉൾപ്പെടെയുള്ള എത്രയോ പേര് പാർട്ടി സെക്രട്ടറിമാരായിരുന്നു. അവരുടെ ആരുടെയും ഭാര്യമാർ മത്സരിച്ചില്ലല്ലോ. അവരൊന്നും രാഷ്ട്രീയത്തിൽ സജീവമല്ല. അല്ലല്ല, അത് മനസ്സിരിക്കട്ടെ. ഇപ്പം സ്ത്രീകൾ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ TV തോമസ്, KR ഗൗരി ആദ്യം അത് രണ്ടുപേരും വേറെ രീതിയിൽ വളർന്നു വന്നവരാണ്. ഈ ശ്യാമള ടീച്ചർ എന്ന് പറയുന്നവർ അവിടെ നേരത്തെ ഒരു DYFIയിലൂടെ പ്രവർത്തിച്ച് വന്നവരാണെന്നാണ് അവർ. എന്നാലും അവിടെയാണ് ധാർമ്മികതയുടെ പ്രശ്നം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന വിജയരാഘവന്റെ ഭാര്യ മത്സരിക്കുകയും മന്ത്രിയാവും. അല്ല, അത് ബിന്ദു ആകല്ല. ബിന്ദു അന്ന് മേയറായിരുന്നു. ബിന്ദു അതിന് മുമ്പ് എന്താണ് കോളേജ് യൂണിയനിലെ സഭയുടെ നേതാവായിരുന്നു. പടിപടിയായി വന്ന നേതാവ്, കോളേജ് അധ്യാപക സംഘടനയുടെ. പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ശ്യാമള ടീച്ചർക്ക് ആ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലെന്നാണോ? ശ്യാമള ടീച്ചർക്ക് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം ഭാര്യയ്ക്ക് ഇത്രയും വിവാദം ഉണ്ടായത് അതുകൊണ്ടല്ലേ, അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ഇപ്പോൾ CPMലെ കാര്യം താങ്കൾ പറഞ്ഞു. ഈ G സുധാകരനെ പോലെ ഒരു നേതാവ്, ഇപ്പോൾ താങ്കളുടെ കൂടെ നാട്ടുകാരൻ കൂടിയാണ്. അന്നേരം അവരെയൊക്കെ ഇപ്പോൾ CPM പ്രധാന പാർട്ടിയാണ്. അതിലൊരു വലിയ രീതിയിലുള്ളൊരു എന്താ പറയുന്ന ഒരു വീഴ്ച ഈ നേതാക്കളെ കൈവിടുന്നതിലൂടെ ഉണ്ടായെന്ന് കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും. G സുധാകരനെ കുറിച്ച് എന്താ പറയുന്നത്? അദ്ദേഹം അവർ പറയുന്ന ഒരു ആക്ഷേപമുണ്ട്. ഇപ്പം നാളെ ജയിച്ച് ഇപ്പോൾ UDFന്റെ പിന്തുണയോടെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് UDFനും തലവേദനയാവുമെന്ന്. ഞങ്ങൾ തലവേദനയാവേണ്ട കാര്യം എന്തോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയിൽ അദ്ദേഹം ചേർന്നിട്ടൊന്നുമില്ലല്ലോ. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ അഴിമതിരഹിത പ്രതിച്ഛായുള്ള വ്യക്തിയാണ്. മന്ത്രിയായിരുന്നപ്പോഴും ഞങ്ങളാരും അദ്ദേഹത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല, കേരളത്തിൽ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിത്വമുള്ള ഒരാളിനെ പാർട്ടിയിൽ നിന്ന് അടിച്ച് പുറത്താക്കി. അദ്ദേഹം സ്വതന്ത്രരായി നിൽക്കുന്നു, ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. 10 വർഷമായി UDF പുറത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലെ വിജയ പരാജയം ഏത് രീതിയിൽ വരുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. ഇനി അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ എന്തായിരിക്കും? അങ്ങനെ കരുതുന്നുണ്ടോ? ഒരിക്കലും കരുതുന്നില്ല. UDF അധികാരത്തിൽ വരും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കാരണം ഈ ജനങ്ങൾ ഇവരുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മടുത്തിരിക്കുന്നു. എപ്പോഴാണ് ഇവർ പോകുന്നതെന്ന് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ ആർ ആങ്ഷ്യസ്ലി വെയിറ്റിംഗ് ഫോർ എ ചേഞ്ച്. അതാണ് സംഭവിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് 10-ൽ എത്ര മാർക്ക് കൊടുക്കും? 1 മാർക്ക് ഞാൻ കൊടുക്കില്ല. 1 മാർക്കും കൊടുക്കില്ല. ആ കോന്നി പ്രസംഗം കൂടെ കഴിഞ്ഞ ശേഷം 1 മാർക്കും കൊടുക്കില്ല. വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറഞ്ഞു. അതെ, രാഷ്ട്രീയത്തിൽ നേതാക്കൾ കുറെ കൂടെ ഒരു പക്വതയും സംയമനവും പാലിക്കണമെന്നാണോ താങ്കളുടെ അഭിപ്രായം? അദ്ദേഹം കുറേ കാലമായിട്ട് ഇതിപ്പോൾ യഥാർത്ഥ പിണറായി വിജയനെ അല്ല നമ്മൾ കാണുന്നത്. എങ്ങനെ ചിരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ചിരിക്കണം, എന്ത് പറയണം എന്നൊക്കെ പറയുന്നത് അദ്ദേഹം അല്ല ഇപ്പം. അതെല്ലാം PR ഏജൻസിയാണ്, അവരുടെ തടവറയിലാണ്. പക്ഷേ പുള്ളിപ്പുലിയുടെ പുള്ളി ഒരിക്കലും മാഞ്ഞു പോകില്ല, പോകും. അതാണ് നമ്മൾ കോന്നി കണ്ടത്, അതാണ് നമ്മൾ പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. മൈക്കിന് പോലും അദ്ദേഹത്തോട് താല്പര്യമില്ല കേരളത്തിൽ.
ഉണ്ട്. അദ്ദേഹത്തെ ഇരട്ടച്ചങ്കൻ എന്നാണ് ആൾക്കാർ വിശേഷിപ്പിക്കുന്നത്. ഒരു ചങ്കുമില്ല. ഇപ്പം പക്ഷേ താങ്കൾ നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഞാൻ പറയുന്നതല്ല, സി ദിവാകരനോട് ചോദിക്കുക ഇതെല്ലാം. കോൺഗ്രസിലെ ഒരു ഡിപ്ലോമസിയുടെ അല്ലെങ്കിൽ ഒരു നയതന്ത്രത്തിൻ്റെ ഒരു മുഖമാണ് താങ്കൾ. പ്രത്യേകിച്ച് ഏത് ഘടകകക്ഷിയൊക്കെ എല്ലാം സ്വീകാര്യൻ. ഇപ്പോൾ താങ്കളുടെ ഒരു സമീപന രീതി തികച്ചും വ്യത്യസ്തമാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവിന് ഇച്ചിരി വാശി കൂടുതലാണോ? അത് എന്നൊക്കെ ചെറുപ്പമല്ലേ. അല്ല, ഈ പറയുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ എപ്പോഴും അമ്മയുടെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോകുന്നത്. ഇത്തവണ അമ്മ ഇല്ലാത്തൊരു ദക്ഷിണ ദക്ഷിണ കൊടുത്തിട്ട് ഇത്തവണ അമ്മയില്ല. അതൊരു വലിയ വിഷമമുള്ള. തീർച്ചയായിട്ടും വലിയ വിഷമമുള്ള. എല്ലാ തവണയും അമ്മ അച്ഛൻ മരിച്ച ശേഷം പിന്നെ അച്ഛനും അമ്മയ്ക്കുമായിരുന്നു നേരത്തെ ദക്ഷിണ കൊടുക്കുന്നത്. പിന്നെ അച്ഛൻ മരിച്ചു, പിന്നെ അമ്മ ഉണ്ടായിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പിലും അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തിട്ടാണ് ഞാൻ മത്സരിക്കാൻ പോകുന്നത്, നോമിനേഷൻ കൊടുക്കും. ഇത്തവണ അത് കഴിഞ്ഞെല്ലാമുള്ള വിഷമമുണ്ട്. പിന്നെ അമ്മ നമ്മൾ അടക്കിയ സ്ഥലത്ത് അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടാണ്. താങ്കൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ആളായിരുന്നു അച്ഛൻ. പക്ഷേ പിൽക്കാലത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 26ാമത്തെ വയസ്സിൽ MLA, പിന്നെ 28ാമത്തെ വയസ്സിൽ മന്ത്രി. അന്നേരത്തേക്ക് ആ ഒരു വിദ്വേഷമൊക്കെ മാറി. പിന്നെ കാരണം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ജയിലിൽ പോവുക, അടിയുണ്ടാവുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അച്ഛൻ ടീച്ചറായിരുന്നു. അന്ന് ഈ ഗ്രാമത്തിലാണല്ലോ നമ്മൾ ജനിച്ചത്. അന്നൊക്കെ ഇതൊക്കെ ജയിലിൽ പോവുക, അടി വാങ്ങിക്കുക, അല്ലെങ്കിൽ ലാത്തി ചാർജ് കൊള്ളുക എന്നൊക്കെ പറയുമ്പോൾ നശിച്ചു എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഇപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ ഭാര്യ എപ്പോഴും ഒരു നിഴൽ പോലെ ഉണ്ട്. എന്താണ് അവരുടെ ഒരു സ്വാധീനം? എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാം ഭാര്യയാണ്. ഞാനിതൊന്നും അറിയുന്ന പോലും ഇല്ല. എല്ലാ കാര്യം മക്കളുടെ കാര്യം, മക്കളെ വളർത്തിയെടുക്കുന്നതിൽ ഭാര്യയ്ക്കാണ് ഏറ്റവും വലിയ പങ്ക്. ഡൽഹിയിലായിരുന്നു അവർ. ഞാൻ MB ആയിരിക്കുമ്പോൾ അവർ ഡൽഹിയിലാണ് പഠിച്ചത്, സെൻറ്റ് കൊളംബസിൽ. നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം ഞങ്ങൾക്കുള്ളത്. മൂത്തയാൾ ഡോക്ടർ, ഇളയാൾ IRS, ഇപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ ഇൻകം ടാക്സ് മംഗലാപുരത്ത്. അവരാരും രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യം എല്ലാം അറിയാം അവർക്ക്. അറിയാം, അങ്ങനെ ഒരു താല്പര്യം ഇല്ല. ഇപ്പം രാഷ്ട്രീയത്തിൽ വളരെ ദീർഘകാലത്തെ പരിചയസമ്പത്താണ്. എന്താണ് ഈ ഒരു രാഷ്ട്രീയത്തിൽ ഈ കാലാന്തരത്തിലുണ്ടായ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം? ഞാൻ ഈ വ്യക്തിപരമായ ആക്ഷേപങ്ങളാണ്. വെറുതെ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു കാര്യം, അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു രമേശ് ചെന്നിത്തലയുടെ പിതാവ് BJP ആണ്. അന്ന് BJP ഇല്ല. 80കളിലാണല്ലോ BJP. വെറുതെ തെരഞ്ഞെടുപ്പെടുത്തപ്പോഴുള്ള പ്രചരണത്തിന് വേണ്ടിയായിരുന്നു. ജനിച്ച നാൾ മുതൽ കതർ മാത്രം എടുത്ത് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പോൾ അങ്ങനെ എൻ്റെ പിതാവിനെ പറ്റി ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഞാൻ കാണുന്നത് തൂവെള്ള കതറിൽ പോകുന്ന എൻ്റെ അച്ഛനെയാണ്. പാർട്ടിയൊന്നുമില്ലായിരുന്നു, പക്ഷേ കോൺഗ്രസിനോടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം മുഴുവൻ. അങ്ങനെയുള്ള ഒരാളിനെ പറ്റി തെരഞ്ഞെടുപ്പിന് വേണ്ടി കോടിയേരി അത് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. ഞാൻ ആരെയും അങ്ങനെ പറയാറില്ല, ആരെയും അങ്ങനെ വ്യക്തിപരമായി ഞാൻ ആക്ഷേപിക്കാറില്ല. കോടിയേരി പൊതുവേ CPM-ലെ ഒരു ഉള്ള ഒരാളാണ്. ഞാനുമായിട്ട് നല്ല അടുപ്പമൊക്കെ ആയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. ഏതൊരു രാഷ്ട്രീയ ചേരിയിൽ നല്ല സുഹൃത്തുക്കളുണ്ട്, ധാരാളം, എല്ലാവരും നല്ല സുഹൃത്തുക്കൾ. ഇപ്പം രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. ഇപ്പം നോവൽ എഴുത്തിലേക്കും കടന്ന നിയോഗം, അതിനൊക്കെ എവിടെ നിന്ന്? ഇത് നോവൽ 2 വർഷമായി രാജേഷ്, 2.5 വർഷമായിട്ട് ഇത് മനസ്സിൽ നിന്ന ഒരു കഥാതന്തുവാണ്. അപ്പം അത് ഇത് ഒരു യാത്രയിലുണ്ടായ, എനിക്കൊന്ന് വിദേശത്ത് അതെ പോയപ്പോൾ ഉണ്ടായ ഇതൊരു നോവലാണല്ലോ. രാഷ്ട്രീയമൊന്നുമില്ല, വ്യക്തിനിഷ്ഠവുമല്ല. പക്ഷെ എൻ്റെ മനസ്സിലൂടെ കടന്നു വന്ന നമ്മൾ കണ്ട ആളുകൾ, ജീവിതത്തിൽ കണ്ട വ്യക്തികൾ അത് സംഭവങ്ങൾ ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് മനസ്സിൽ രൂപപ്പെട്ട ഏറ്റവും കൂടുതൽ നോവൽ വായിക്കുന്ന ഒരാളാണ്. ആരെയാണ് നോവലിൽ ഏറ്റവും ഇഷ്ടം നമ്മുടെ സാഹിത്യം? ഒത്തിരി പേരുണ്ട്. പുതിയ തലമുറയിലും പഴയ തലമുറയിലും ധാരാളമായി. ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഇട്ടിക്കോരയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പതിപ്പുണ്ട്. ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ പുതിയ കഥയാണ്, ടി.ഡി. രാമകൃഷ്ണൻ. എല്ലാ തലമുറയിലുള്ളവരെയും അതെ തീർച്ചയായിട്ടും. ഇതിനെല്ലാം പ്രത്യേക സമയം കണ്ടെത്തുക. ഒരു ദിവസം രാവിലെ എപ്പോഴാണ് പ്രവർത്തനങ്ങൾ അതിൽ തുടങ്ങുന്നത്? ഒരു 6 മണി 6:30 ആകുമ്പോൾ എഴുന്നേൽക്കും. ഒന്ന് ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ യോഗ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായിട്ട് നമ്മുടെ പരിപാടിയായിട്ട് പോകും. രാത്രി എത്ര മണി വരെ? രാത്രി വായിക്കാൻ പറ്റുന്നത്. രാത്രി എത്ര മണിക്ക് ഉറങ്ങാൻ കിടക്കും? ഒരു 11:30 കഴിയുമ്പം. ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക രീതികളുണ്ടോ? അങ്ങനെ യോഗ ചെയ്യും. അത്ര ആഹാരം കഴിക്കുന്നതിലൊക്കെ താല്പര്യം? ഞാൻ വെജിറ്റേറിയനാണ് കുറേ കാലമായി വെജിറ്റേറിയനായി.
മറ്റ് ഇപ്പോൾ സിനിമയൊക്കെ കാണാൻ പോകുമായിരുന്നു നേരത്തെ, ഇപ്പോഴും അതിനൊക്കെ സമയം ഇപ്പോൾ ഒന്നും സമയം കിട്ടാൻ കുടുംബത്തോടൊപ്പം യാത്ര. അത് ചിലപ്പം പോവും. ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ മിസ് ചെയ്യുന്ന ഒരു നേതാവ് ആരാണ്? രണ്ടുപേരാണ്. ഒന്ന് രാജീവ് ഗാന്ധി, ഒന്ന് ലീഡർ. ഈ രണ്ടുപേരോടും ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ലീഡറുമായിട്ടുള്ള ഒരു ബന്ധം, ലീഡറാണ് അങ്ങനെ ആദ്യം മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നത്, ആദ്യം മത്സരിപ്പിക്കുന്നത്. പിൽക്കാലത്ത് ഇടയ്ക്കൊരു അസ്വാരസ്യം ഉണ്ടായിട്ടുള്ളതിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിഷമമുണ്ട്. ഉണ്ട്. ഞാനത് തിരുത്തുകയും ചെയ്തല്ലോ. അത് വേണ്ടിയിരുന്നില്ല എന്നായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ പക്ഷേ അന്നത്തെ സാഹചര്യം അതായിരിക്കാം. പക്ഷേ ഇപ്പം നോക്കുമ്പം ഇപ്പം എല്ലാവരും മക്കളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായതുകൊണ്ട്. AK ആൻ്റണി ഇപ്പം വിശ്രമത്തിലാണ് പൊതുവെ, എന്നാലും ചില കാര്യങ്ങളുടെ അഭിപ്രായം പറയും. ഇപ്പം ലീഡറില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ്, അല്ലെ ഏറ്റവും ദീർഘകാല പ്രവർത്തന പരിചയമുള്ള നേതാവാണ് താങ്കൾ. ഞാൻ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. അങ്ങ് മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. AK ആൻ്റണി ഏറ്റവും മുതിർന്ന നേതാവാണ്. ഞങ്ങളൊക്കെ ലീഡറുടെ പക്ഷത്ത് നിൽക്കുമ്പോഴും AK ആൻ്റണിയുടെ പരിലാളനങ്ങളും പിന്തുണയും എനിക്കെപ്പോഴും ലഭിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചൊന്നും പറയില്ല. ഇപ്പം പറയേണ്ട സമയമല്ലല്ലോ. അല്ല, ഇതിൽ ത്യാഗം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഇപ്പം നമ്മൾ ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അധികാരത്തിൽ വരിക. ലക്ഷോപലക്ഷം കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ ആഗ്രഹം അതാണ്. 10 വർഷം ജയിലിൽ പോയ, കേസുകളുള്ള, ത്യാഗങ്ങൾ സഹിച്ച പാർട്ടി പ്രവർത്തകന്മാർ, അവരെ ഇനിയും പ്രതിപക്ഷത്തിരുത്താൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പോകാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പം നോവൽ എഴുതി, ആത്മകഥ എഴുതൂ. ആത്മകഥ എഴുതി കഴിഞ്ഞാൽ പാർട്ടിയിൽ ലഭിച്ച നേട്ടങ്ങൾക്കൊപ്പം തന്നെ ഒരുപാട് വിഷമങ്ങളുള്ള സന്ദർഭങ്ങളെ കുറിച്ച് എഴുതേണ്ടി വരില്ലേ? അതെ, അടുത്തൊരു നോവൽ അടുത്തൊരു നോവലാണ്. ആശയങ്ങൾ രൂപപ്പെട്ടു വരികയാണ്. അത് ഞങ്ങളുടെ നാടിനെ പറ്റിയാണ്. കുട്ടനാട്, അപ്പർ കുട്ടനാട്, ഓണാട്ടുകര. ഈ ഓണാട്ടുകര എന്ന് പറയുന്നത് കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, അതിന്റെ അഭാഗത്തല്ലേ പത്മരാജനൊക്കെ ഓണാട്ടുകരയല്ലേ? അതെ അതെ അല്ലേ? അതെ. എഴുത്തും സാഹിത്യവും സംസ്കാരവും. ഇത് നമ്മൾ ഒരു ചരിത്ര നോവലാണ്. കായംകുളം രാജാവ്. ഞങ്ങളൊക്കെ കായംകുളം രാജാവിൻ്റെ അധീനതയിലുള്ള പ്രജകളാണ്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു ആശയമാണ് മനസ്സിൽ രൂപപ്പെട്ടു വരുന്നത്. ഹരിപ്പാട് എങ്ങനെയുണ്ട് മണ്ഡലം? ഹരിപ്പാട് ജനങ്ങളുമായിട്ട് എനിക്ക് വലിയ അടുത്ത ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് മറ്റു മണ്ഡലങ്ങളിൽ എപ്പോഴും പോകാനും ഒക്കെ സമയം കിട്ടുന്നു. അതെ അതെ അതെ. അവിടുത്തെ ജനങ്ങൾ എന്നെ 26-ാമത്തെ വയസ്സിൽ ജയിപ്പിച്ച ആളുകളാണ്. അപ്പോൾ അവരോടുള്ള കടപ്പാട് ഒരു കാലത്തും എനിക്ക് മറക്കാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞത്, എൻ്റെ അമ്മ മരിച്ചെങ്കിലും എനിക്കൊരു അമ്മയുണ്ട്. അതാണ് ഹരിപ്പാട് മണ്ഡലമാണ് ഇപ്പോൾ അമ്മ. അതെ. അതിനകത്ത് എനിക്ക് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, വ്യത്യാസങ്ങളൊന്നുമില്ല. ഹരിപ്പാടാണെങ്കിൽ ഞാൻ അവരോടൊപ്പം ഉണ്ട്. ഹരിപ്പാട്ടെ ജനങ്ങളെ അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ സ്നേഹിക്കുന്നതാണ്. അവിടെ ഞാൻ വലിയ രാഷ്ട്രീയം പോലും പറയാറില്ല. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും ഏറ്റവും വലിയ പരിഗണന? ഏറ്റവും വലിയ പരിഗണന ഇന്നത്തെ ഈ ഗവൺമെൻറ് തെറ്റുകൾ തുടച്ചു മാറ്റി ഒരു അഴിമതിരഹിതമായ ഭരണം ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാടാണിത്. ഇതിനെ ഏറ്റവും വലിയ വികസനത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിക്കാൻ കഴിയും. അതിന് കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാടില്ലായ്മയാണ് ഈ ഗവൺമെൻറ് നമ്മൾ കണ്ടത്. ഞങ്ങൾ ആ കാഴ്ചപ്പാടോട് മുന്നോട്ട്. ഇപ്പോൾ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നിരുന്ന ഒരു രീതിക്ക് വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞ 10 വർഷം. പക്ഷേ ഓരോ ഗവൺമെൻറ് മാറി വരുമ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ മോശം ചെയ്തികൾ അന്വേഷിക്കുമെന്നൊക്കെ പറയുമെങ്കിലും പിന്നീട് ഒരു എന്താ പറയുന്ന ഒരു ഒത്തുതീർപ്പിലേക്ക് പിന്നെ പോകുന്നതാണ്. ഒത്തുതീർപ്പൊന്നുമല്ല, വസ്തുതാപരമായിട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം അന്വേഷിക്കാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷിക്കുക തീർച്ചയായിട്ടും. ഇപ്പം എത്ര സീറ്റ് കിട്ടും UDF? 100 സീറ്റാണ് ലക്ഷ്യം വെക്കുന്നത്. 100 മേളിൽ പോകും. ഇന്ന് UDFന് അനുകൂലമായൊരു തരംഗം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ സത്യമാണ്. അപ്പോൾ എല്ലാ വിജയാശംസകളും. താങ്ക് യു രാജേഷ്. താങ്കളുടെ ആരാധകർ രാജേഷിൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് പോലെ താങ്കളുടെ ഒരു പ്രമുഖ സ്ഥാനത്ത് കാണാൻ അവസരം ഉണ്ടാകട്ടെ. രാജേഷ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. നല്ല പക്വതയായ ചോദ്യങ്ങളാണ്. താങ്ക് യു. തീർച്ചയായിട്ടും അതിന് നന്ദിയുണ്ട്. എല്ലാ ആശംസകളും.